ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ സ്വന്തം ഗാർഡനിൽ റോസ് കൊണ്ട് ഒരു റോസ് സിറപ്പ് ഉണ്ടാക്കിയേക്കുവാണേ. നല്ല അടിപൊളിയാണ്. നല്ല കളറൊക്കെ നോക്കിക്കേ. നമ്മള് ഒരു കളർ സ്പെഷ്യൽ സെപ്പറേറ്റ് കളർ ഒന്നും ചേർക്കാതെ നല്ല നല്ല ചുമന്ന കളറിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റോസ് സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ സമ്മറല്ലേ, അപ്പൊ നല്ല ഫ്രഷ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല സൂപ്പറാട്ടോ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടി ചേർത്ത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ഒന്ന് അയ്യോ ചോദിച്ചു തന്നെയാന്ന്. അപ്പൊ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം, റോസ് സിറപ്പ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കുറച്ച് റോസ് അതിന്റെ ഇതളെല്ലാം അടത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ വെള്ളമാണ് ഞാൻ തിളപ്പിക്കുന്നത്. സാധാരണ റേഷ്യോ എന്ന് വെച്ചാൽ ഒരു 300 ഗ്രാം റോസ് പെറ്റലിന് 1 ലിറ്റർ വെള്ളമാണ്. പക്ഷെ ഇതൊരു 1 കിലോയ്ക്ക് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ അളക്കാനും നിന്നില്ല, എന്നാലും 3 ലിറ്റർ വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് ഈ റോസ് അങ്ങ് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ഒരു 24 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് നാളെ അത് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നോക്കാം അതെങ്ങനെ എന്തുന്നത്. ഓക്കെ, എന്നാൽ ഇപ്പം 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അതിൻ്റെ കളറെല്ലാം കൂടെ വെള്ളത്തിലോട്ട് അബ്സോർബായി, വെള്ളത്തിന് നല്ല ഓറഞ്ച് നിറമായി. ഇപ്പം ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. നല്ല നോക്കി ഇതിൻ്റെ കളർ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനിത് നമ്മുടെ റോസിൻ്റെ ആ വെള്ളം നമ്മൾ അരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത് അതിനകത്ത് 1 ഏലക്കായി 1 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇതിന് വലിയ മണമൊന്നുമില്ല, എന്നാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാവേ എന്താവും അറിയാലോ. ഇതിലോട്ട് ഞാൻ 1 നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിക്കുന്നുണ്ട്. നാരങ്ങ ഞെക്കുന്ന സൂത്രം കണ്ട. നാരങ്ങ നീരൊഴിച്ചു. അതിലോട്ട് 2 കപ്പ് ഷുഗർ കൂടി ഇട്ട് കൊടുക്കുവാണേ. ഷുഗർ കൂടുതലോ കുറവൊക്കെ ഇടാം കേട്ടോ. എല്ലാവരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയേ. ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റെഡിഷ് കളറാട്ടോ. എന്താവും നോക്കാലോ. ഞാനൊരു 2-3 ലിറ്ററോടത്തുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ച് റോസ് ഇങ്ങനെ സോക്കി തിളപ്പിച്ചതേ. കാരണം വെച്ചാൽ അത് മുങ്ങാവുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഒരു ഏകദേശം ഒരു 3 ലിറ്ററോടത്തോളം ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഇതെല്ലാം കൂടെ അരിച്ച് ഇതൊക്കെ കൂടെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2.5 ലിറ്റർ കഷ്ടി ഉണ്ടാവുള്ളേ. നല്ല കളറുണ്ടോ, ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളറാണ്. നമ്മളിതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കണ്ടോ. നാച്ചുറൽ എല്ലാം നാച്ചുറൽ. ഞാൻ ഇതിലോട്ട് 1 സ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. ഇച്ചിരി ഷുഗറും കൂടി ഇട്ട് പൊടിച്ചതാണ്. നന്നായിട്ട് തിളച്ചോട്ടിട്ടോ. ഒരു സിറപ്പ് കൺസിസ്റ്റൻസി വേണം നമുക്കിത്. വെച്ചിട്ട് നേരായിട്ട് ഒരുപാട് നേരം ഒന്നും ഇളക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പതുക്കൊന്ന് തിളച്ചോട്ടെ. ഒരു സിറപ്പ് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. ഇപ്പൊ കണ്ടോ തിളച്ച് നമ്മുടെ ഇതിന്റെ ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം തിക്കായി ഒരു സിറപ്പ് കൺസിസ്റ്റൻസി ആയി. എന്നുവെച്ചാൽ നമ്മളൊരു എണ്ണയൊക്കെ ഒഴിക്കണ ആ ഒരു ഇതില്ലേ ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പതുക്കെ അതും കൂടെ ഓഫ് ചെയ്യാൻ പോവാണേ. അപ്പം നമ്മളൊരു 1/4 ഭാഗം വെച്ച വെള്ളത്തിൽ ഒരു കാൽ ഭാഗത്തോളം വെച്ച് ഇനിയിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഉള്ളൂ ഇത്. അപ്പം ഞാനത് ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ അതിന് ഒന്നും കൂടെ ഇച്ചിരി കൂടെ തിക്കാവേ. കേട്ടോ, നമുക്ക് നോക്കാം. അപ്പം ചൂടാറട്ടെ കേട്ടോ. നമ്മുടെ റോസ് സിറപ്പ് ഞാൻ ഒന്നുകൂടെ അരിച്ചതേ ഒരു ജഗ്ഗിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടൊക്കെ ആറിയിട്ടോ
അപ്പം ഇനി നമുക്കത് ഒരു കുപ്പിയിലോട്ട് പകർത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. നമ്മൾ വേറെ കളറും ഒന്നും ചേർത്തിട്ടില്ല. ഒരു ഓറഞ്ച്, റെഡിഷ് ഓറഞ്ച് കളറാട്ടോ. വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് പഞ്ചസാരയും മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആയി. നല്ല അടിപൊളി റോസ് സിറപ്പ് ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കുന്ന ജ്യൂസ് ഡ്രിങ്കിന്റെ ഇപ്പം ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന കൂടെ ഒരു 10-15 ml ഇതും കൂടെ ആഡ് ചെയ്ത് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ അറിയാലോ, റോസിന്റെ ഗുണങ്ങൾ ഒത്തിരി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്തുണ്ടാകുന്ന റോസ് കൊണ്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാനായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? താങ്ക് യു.